പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മളിന്ന് പ്രത്യേകിച്ചും നമ്മുടെ കാർമൽ ധ്യാന കേന്ദ്രത്തിൽ രാവിലെ 6:30 വിശുദ്ധ കുർബാനയോടനുബന്ധിച്ച് വൈകുന്നേരം 8 മണി വരെ അഖണ്ഡ ജപമാലയിലൂടെ മക്കൾക്ക് വേണ്ടി നമ്മൾ ശക്തമായിട്ട് പ്രാർത്ഥിക്കണം. മാതാവിൻ്റെ പ്രത്യേക മാധ്യസ്ഥം നമ്മുടെ മക്കൾക്ക് വേണ്ടി, നമ്മുടെ കുടുംബങ്ങൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിച്ചുകൊണ്ട് ഈ അഖണ്ഡ ജപമാലയിൽ നമ്മൾ ഇന്ന് ശക്തമായിട്ട് ഈ ദിവസം മുഴുവനും പ്രാർത്ഥിക്കണം. സാധിക്കുന്ന നിങ്ങൾ എല്ലാവരും ഈ കാർമൽ ധ്യാന കേന്ദ്രത്തില് രാവിലെ 6:30 വിശുദ്ധ കുർബാന മുതൽ വൈകിട്ട് 8 മണി, അതിൽ 7 മണി മുതൽ 8 മണി വരെ പൊതു ആരാധനയാണ്. എപ്പോഴെങ്കിലൊക്കെ വന്ന് ഈ ആരാധനയുടെ മധ്യേ പരിശുദ്ധ അമ്മയോട് ചേർന്ന് നിന്ന് മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഈ അഖണ്ഡ ജപമാലയിൽ പങ്കുചേരാൻ ശ്രദ്ധിക്കണം. നിങ്ങൾ അതിനു വേണ്ടി പ്രത്യേകം അച്ഛൻ ക്ഷണിക്കുകയാണ്. വരാൻ പറ്റാത്ത മക്കള് ഈ ദിവസത്തില് എത്രമാത്രം ജപമാല ചൊല്ലാമോ അത്രമാത്രം ജപമാലകൾ ചൊല്ലി, കരുണയുടെ ജപമാല ചൊല്ലി ദൈവത്തിന്റെ വലിയ കൃപ അമ്മ മാതാവിന്റെ മധ്യസ്ഥത്തില് നമ്മുടെ മക്കളിലേക്ക് നിറയപ്പെടാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. നമുക്കറിയാം, ജപമാലയുടെ ഏറ്റവും വലിയ ശക്തി ദൈവ കൃപ നിറഞ്ഞവൾ, കർത്താവ് കൂടെയുള്ളവൾ. നമ്മൾ ആവർത്തിച്ച് പ്രാർത്ഥിക്കുന്ന മാലാഖയുടെ പ്രകീർത്തനമാണത്. എന്താണ്? ദൈവ കൃപ നിറഞ്ഞവൾ, കർത്താവ് നിന്നോട് കൂടെ. അതുകൊണ്ട് അമ്മ മാതാവ് സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടു. അതിനാൽ തന്നെ അമ്മയുടെ ഉദരഫലവും അനുഗ്രഹിക്കപ്പെട്ടു. നമ്മുടെ ജീവിതങ്ങൾ അനുഗ്രഹിക്കപ്പെടാൻ, ഉദരഫലങ്ങൾ അനുഗ്രഹിക്കപ്പെടാൻ നമുക്ക് വേണ്ടത് ഈ 2 കാര്യങ്ങളാണ്. അമ്മയിൽ നിറഞ്ഞ 2 കാര്യങ്ങൾ. അതിനുവേണ്ടി പ്രാർത്ഥിക്കണം. എന്താണ്? ദൈവ കൃപ നിറഞ്ഞ മക്കളായിട്ട് തീരണം. 2, കർത്താവ് കൂടെയുള്ള മക്കളായിട്ട് ജീവിക്കണം. ഈ 2 കാര്യം ഉണ്ടെങ്കിലും നമ്മുടെ മക്കള്, നമ്മുടെ ഉദരഫലങ്ങള്, നമ്മുടെ ശുശ്രൂഷകള് എല്ലാം അനുഗ്രഹിക്കപ്പെടും. അതിനുവേണ്ടിയാണ് നമ്മൾ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുന്നത്. ദൈവകൃപ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് നിന്നോട് കൂടെ, അതിനാൽ സ്ത്രീകൾ നീ അനുഗ്രഹിക്കപ്പെട്ടവളാണ്, നിന്റെ ഉദരഫലം അനുഗ്രഹിക്കപ്പെട്ടതായിട്ട് മാറി. അതുകൊണ്ട് പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മയെ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. എന്തിനു വേണ്ടിയാണ് തമ്പുരാനോട് അപേക്ഷിക്കാൻ പറയുന്നതെന്നറിയോ? ദൈവകൃപ നമ്മിൽ നിറയപ്പെടാൻ, കർത്താവ് നമ്മുടെ കൂടെ വസിക്കാൻ വേണ്ടി, അമ്മ മാതാവെ, അമ്മയ്ക്ക് ലഭിച്ച ആ വലിയ അനുഗ്രഹം ഞങ്ങൾക്ക്, ഞങ്ങളുടെ ഉദരഫലങ്ങൾക്ക്, ഞങ്ങളുടെ മക്കൾക്ക് ലഭിക്കാൻ വേണ്ടി അമ്മ മാതാവെ പ്രാർത്ഥിക്കണമേ എന്ന് പ്രത്യേകം നിയോഗം വെച്ചുകൊണ്ടാണ് നമ്മൾ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുന്നത്. അതുകൊണ്ട് അമ്മ മാതാവിന്റെ മധ്യസ്ഥം നമ്മൾ എന്ത് യാചിക്കുന്നത് 2 കാര്യങ്ങൾക്ക് വേണ്ടി മാത്രമായിരിക്കട്ടെ. ദൈവകൃപ, കർത്താവ് കൂടെ. നമ്മൾ 2026 ആപ്തവാക്യം എന്താണ്? ദൈവൈക്യ ജീവിതം, കൃപാജീവിതം. ദൈവത്തോട് ഐക്യപ്പെട്ട് ദൈവകൃപയിൽ നിറയപ്പെട്ട് ജീവിക്കുന്ന ദൈവത്തിന്റെ മക്കളുടെ യഥാർത്ഥമായ ജീവിതം, അതിനുവേണ്ടിയാണ് നമ്മൾ പ്രത്യേകം പ്രാർത്ഥിക്കുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ അഖണ്ഡ ജപമാലയുടെ ഈ പുണ്യദിനത്തില്, ഇന്ന് അവധി ദിവസമാണ്, റിപ്പബ്ലിക് ഡേ ആണ്. അതുകൊണ്ട് സാധിക്കുന്ന എല്ലാ മക്കളും എപ്പോഴെങ്കിലും സമയം കണ്ടെത്തി നിങ്ങൾ കാർമൽ ധ്യാന കേന്ദ്രത്തിൽ വരാൻ പറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ എല്ലാവരും വരിക. കുറച്ച് സമയമെങ്കിലും വന്നിരിക്കുക. സാധിക്കുന്ന മക്കളൊക്കെ മുഴുവൻ സമയം വന്ന് ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുക. ദിവ്യകാരുണ്യ സന്നിധിയില് ഒരുമിച്ചിരുന്ന് അമ്മ മാതാവിന്റെ മധ്യസ്ഥം, നമുക്കറിയാം അവന്റെ മധ്യസ്ഥം എപ്പോഴും ഭയങ്കര ശക്തമാണ്. പ്രത്യേകിച്ചും മക്കൾക്ക് വേണ്ടി. മക്കളെ അതുപോലെ സ്നേഹിക്കുന്ന അമ്മ, ഈശോയെ അതുപോലെ സ്നേഹിച്ചു വളർത്തിയ അമ്മ, അമ്മയെ ഈശോയെ ഏൽപ്പിച്ച പിതാവായ ദൈവം, പരിശുദ്ധാത്മാവിന്റെ അഭിഷേക ശക്തി, ഇതെല്ലാം നിറയപ്പെട്ട കരുത്തുള്ള അമ്മയുടെ മധ്യസ്ഥത്തില് നമ്മൾ പ്രാർത്ഥിക്കുമ്പോ, എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ കർത്താവിന്റെ അതിശക്തമായ ഇടപെടല് ഇന്ന് ദിവസം ഈ അഖണ്ഡ ജപമാലയിലൂടെ നമ്മുടെ മക്കളില്, നമ്മുടെ കുടുംബങ്ങളില് സംഭവിക്കും. ഇനി നിങ്ങളുടെ നിയോഗങ്ങള്, പ്രാർത്ഥനകള് നിങ്ങൾ തീർച്ചയായിട്ടും വാട്സപ്പിൽ മെസ്സേജ് വിടുകയാണെങ്കിൽ, സമയമുണ്ടോന്ന് അറിയത്തില്ല, 6:30 തുടങ്ങും. നമ്മൾ 6:30 ആരംഭിച്ചു കഴിഞ്ഞാൽ പിന്നെ ഫുൾ ടൈം നമ്മൾ പള്ളിയിലൊക്കെ ആയിരിക്കും. എന്നാലും സാധിക്കുന്ന സമയത്തൊക്കെ നോക്കിക്കോളാം. ഇനി നോക്കിയില്ലെങ്കിൽ കൂടിയും നിങ്ങൾ വാട്സപ്പിൽ മെസ്സേജ് ഒക്കെ വിട്ടോ. പറ്റാത്തവര്, വിദേശത്തുള്ളവരും ദൂരസ്ഥലത്തുള്ളവരും ഇല്ലാത്തവരൊക്കെ നിർബന്ധമായിട്ടും ഏതെങ്കിലും സമയത്ത് ഈ ധ്യാന കേന്ദ്രത്തിൽ കടന്നു വരിക. നിങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുക. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. കാനായിലെ കല്യാണ വീട്ടില് അമ്മയുടെ സാന്നിധ്യത്തില് അമ്മയെ വിളിച്ച്, അമ്മയെ ഇടപെടുത്തിച്ച് ആ കുടുംബം മാറിയപ്പോ
ആ കുടുംബത്തിന്റെ അവസ്ഥ കണ്ട് അമ്മ മാതാവ് ഇടപെട്ട് നമുക്കറിയാം. അമ്മയുടെ മാധ്യസ്ഥം അത്രമാത്രം ശക്തമാണ്. അമ്മയുടെ സഹായം അപേക്ഷിച്ചവരിൽ ഒരുവൻ പോലും ഉപേക്ഷിക്കപ്പെട്ടതായി കേട്ടിട്ടില്ല എന്ന് വിശുദ്ധ ബെർണാർഡ് പറയുമ്പോ ലോക ചരിത്രത്തിൽ അത് അംഗീകരിക്കപ്പെട്ട ഒരു സത്യമാണ്. അതുകൊണ്ട് അമ്മയുടെ സഹായം, അമ്മയുടെ ഇടപെടൽ, അമ്മയുടെ മാധ്യസ്ഥം എന്ന് പറഞ്ഞാല് അമ്മ ചെന്ന് പറയും അവർക്ക് വീഞ്ഞില്ല, ഇതാണ് അവസ്ഥ. ആ അമ്മയുടെ മാധ്യസ്ഥം, സഹായം തേടി നമ്മൾ പ്രാർത്ഥിക്കുമ്പോ അമ്മ നമുക്ക് വേണ്ടി തിരുക്കോവാന മുമ്പിൽ ഇടപെടും. അതാണ് മാധ്യസ്ഥം. അത്രല്ല, അമ്മ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കും. അമ്മ നമ്മുടെ കൂടെ നിൽക്കും. അമ്മയുടെ കരുത്തത, കൃപ നിറഞ്ഞ അമ്മ, കർത്താവ് കൂടെയുള്ള അമ്മ. ഈ അമ്മ നമ്മുടെ കൂടെ വീട്ടിലേക്കും നമ്മുടെ കുടുംബത്തിലേക്കും നമ്മുടെ മക്കളിലേക്കും നമ്മുടെ ജീവിത പ്രശ്നങ്ങളിലേക്കും യോഗങ്ങളിലേക്കും വന്ന് ഇടപെടുമ്പോൾ അതിനാൽ തന്നെ ഈ കൃപയും കർത്താവിന്റെ സാന്നിധ്യവും നമ്മയും നമ്മുടെ മക്കളെയും കുടുംബത്തെയും അനുഗ്രഹിക്കും. അതുകൊണ്ട് പ്രിയപ്പെട്ട മക്കളെ, ഈ സന്ദേശങ്ങളൊക്കെ ഉൾക്കൊണ്ടുകൊണ്ട് മാതാവിന്റെ സാന്നിധ്യത്തില്, ദിവ്യകാല സന്നദ്ധയില് മക്കൾക്ക് വേണ്ടി ഒരുമിച്ച് കരങ്ങൾ ഉയർത്തി ജപമാലയിലൂടെ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന ഈ പുണ്യദിനത്തില് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. നമ്മുടെ നിയോഗങ്ങള്, നമ്മുടെ പ്രാർത്ഥനകള് എല്ലാം സമർപ്പിച്ചുകൊണ്ട് ഈ അഖണ്ഡ ജപമാലയില് ശക്തമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. അല്പസമയം ദിവ്യകാല സന്നദ്ധയില് നമ്മൾ പ്രാർത്ഥിക്കുന്നു. അതിനുശേഷം നിങ്ങള് സാധിക്കുന്ന എല്ലാവരും ഇവിടെ വരിക. വരാൻ പറ്റാത്തവര് കുർബാനയിൽ പങ്കെടുത്ത് ആരാധനയിൽ പങ്കെടുക്കാൻ പറ്റുന്ന മക്കൾ ആരാധനയിൽ പോയി നിത്യാരാധനയൊക്കെ പോയിരുന്ന് ജപമാല എപ്പോഴൊക്കെ സമയം കിട്ടുന്നു ആ സമയത്തൊക്കെ ഈ കാർമൽ ധ്യാന കേന്ദ്രത്തോട് ചേർന്ന് നിന്ന്, ഈ അഖണ്ഡ ജപമാലയിൽ ചേർന്ന് നിന്ന് എല്ലാവരും പ്രാർത്ഥിക്കുക. ഇന്ന് അത്ഭുതത്തിന്റെ, ദൈവകൃപയുടെ, ദൈവൈക്യത്തിന്റെ വലിയ അഭിഷേകത്തിന്റെ അടയാളങ്ങളും അത്ഭുതങ്ങളും നമ്മുടെ കുടുംബത്തില്, നമ്മുടെ മക്കളില് സംഭവിക്കട്ടെ. അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹിക്കട്ടെ. എല്ലാവരും ഒരിക്കൽ കൂടി അഖണ്ഡ ജപമാലയിലേക്ക് അച്ഛൻ ക്ഷണിക്കുകയാണ്. നിങ്ങളെ സാധിക്കുന്ന വരിക, അച്ഛന് വേണ്ടി പ്രാർത്ഥിക്കുക. കാർമൽ ധ്യാന കേന്ദ്രത്തിൽ പ്രാർത്ഥിക്കുക. നമ്മുടെ അടുത്ത ധ്യാനം ഫെബ്രുവരി 6 തീയതി മുതൽ 8 തീയതി വരെയാണ്. സാധിക്കുന്ന മക്കളൊക്കെ നേരത്തെ കൂട്ടി ബുക്ക് ചെയ്യുക. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. കർത്താവിന്റെ കൃപ, കർത്താവിന്റെ സാന്നിധ്യം, ദൈവൈക്യം, ദൈവകൃപ നമ്മിലും നമ്മുടെ കുടുംബത്തിലും സംജാതമാകട്ടെ. ആമേൻ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ദിവ്യകാരുണ്യ ഈശോയെ, ഈ ജനുവരി 26 തീയതി അവധി ദിവസത്തില് മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് അങ്ങയുടെ തിരുസന്നിധിയില് അമ്മ മാതാവിന്റെ മധ്യസ്ഥത്തില് അഖണ്ഡ ജപമാലയിലൂടെ ദൈവകൃപ നിറഞ്ഞ കർത്താവ് കൂടെ വസിക്കുന്ന അമ്മ മാതാവിന്റെ സാന്നിധ്യവും മാതൃകയും ജീവിതവും അനുകരിച്ചുകൊണ്ട് ഞങ്ങൾ ഒരുമിച്ച് ഇന്ന് പ്രാർത്ഥിക്കുകയാണല്ലോ. കർത്താവ്, ഞങ്ങൾക്ക് ലഭിക്കാവുന്ന ഏറ്റവും വലിയ അനുഗ്രഹമാണ് അങ്ങയുടെ കൃപ, ജീവന്റെ സമൃദ്ധി, അങ്ങയുടെ ചൈതന്യം, അങ്ങയുടെ ശക്തി, അങ്ങയുടെ പൂർണ്ണതയിൽ നിന്ന് കൃപയ്ക്ക് മേൽ കൃപ, ജീവന്റെ സമൃദ്ധി. കർത്താവ്, അതാണ് അമ്മയ്ക്ക് ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ടത്, അമ്മയെ അനുഗ്രഹിച്ചത്. അതോടൊപ്പം തന്നെ അങ്ങയുടെ സാന്നിധ്യം, കർത്താവ് നിന്നോട് കൂടെ, അമ്മയുടെ കൂടെ അങ്ങുണ്ടായിരുന്നു. ഈശോയെ, ആ വലിയ അഭിഷേകമാണ് ഞങ്ങളിത് മുഴുവൻ പ്രാർത്ഥിക്കുന്നത്. ഞങ്ങളുടെ കൂടെ, ഞങ്ങളുടെ മക്കളുടെ കൂടെ, ഞങ്ങളുടെ കുടുംബത്തിന്റെ കൂടെ ദൈവത്തിന്റെ കൃപ നിറയപ്പെടാൻ, കർത്താവിന്റെ സാന്നിധ്യം നിറയപ്പെടാൻ, ദൈവൈക്യത്തിലും ദൈവകൃപയിലും ഞങ്ങളും ഞങ്ങളുടെ മക്കളും നിറയപ്പെടാൻ വേണ്ടി ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന ഈ ദിനത്തില് ഞങ്ങളുടെ മക്കളെ സമർപ്പിക്കുന്നു, ഞങ്ങളുടെ കുടുംബങ്ങളെ സമർപ്പിക്കുന്നു, കാർമൽ ധ്യാന കേന്ദ്രത്തെ സമർപ്പിക്കുന്നു. ഈ ദിവസം മുഴുവനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അഭിഷേകത്തോടെ, വലിയ ഉണർവോടെ അനേക ആയിരങ്ങള് ഒരുമിച്ച് കൂടി ഈ അഖണ്ഡ ജപമാലയില് ദൈവ തിരുസന്നിധിയില് ദൈവകൃപ നിറയപ്പെടാൻ, കർത്താവിന്റെ കൂടെയുള്ള സാന്നിധ്യം അനുഭവിക്കാൻ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുമ്പോ അതിനാല് അനുഗ്രഹിക്കപ്പെട്ട അമ്മ, ഉദരഫലം അനുഗ്രഹിക്കപ്പെട്ടു. അതുപോലെ ഞങ്ങളും ഞങ്ങളുടെ മക്കളും ഉദരഫലങ്ങളും അനുഗ്രഹിക്കപ്പെടാൻ അമ്മ മാതാവിന്റെ മാധ്യസ്ഥം ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോ ഈശോയെ, അങ്ങയുടെ കൃപകൾ ചൊരിയണമേ, അങ്ങയുടെ ശക്തി പ്രകടമാക്കണമേ, അങ്ങയുടെ കൃപകൾ ഞങ്ങളിലും ഞങ്ങളുടെ മക്കളിലും നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ സാന്നിധ്യം ഞങ്ങളുടെ കൂടെ ഉണ്ടാകട്ടെ. അതിനുവേണ്ടി കർത്താവേ, ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോ അത്ഭുതങ്ങളും അടയാളങ്ങളും വീണ്ടും പ്രവർത്തിച്ച് അങ്ങയുടെ സാന്നിധ്യത്തിന്റെ ശക്തി, അങ്ങയുടെ കരബലത്തിന്റെ പ്രവൃത്തി അനുഭവിച്ചറിയാൻ ഞങ്ങൾക്കിടയാകട്ടെ, ഞങ്ങളുടെ മക്കൾക്കിടയാകട്ടെ. ഈശോയെ, മക്കളെല്ലാവരെയും സമർപ്പിക്കുന്നു.
ഇന്ന് കാർമൽ ധ്യാനകേന്ദ്രത്തേക്ക് കടന്നു വരുന്ന എല്ലാ മക്കളെയും സമർപ്പിക്കുന്നു. അങ്ങ് തന്നെ ആ മക്കളെ ആനയിച്ചു കൊണ്ടുവരണം കർത്താവേ. ദൂരസ്ഥലത്ത് വിദേശത്തിരുന്ന് പ്രാർത്ഥിക്കുന്ന മക്കളിലേക്ക് ഈ ആലയത്തിൽ നിന്ന്, ദിവ്യ കാരുണ്യത്തിൽ നിന്ന്, ഈ അഖണ്ഡ ജപമാലയുടെ ശക്തിയിൽ നിന്ന് അഭിഷേകവും കൃപയും അങ്ങയുടെ സാന്നിധ്യവും അങ്ങയുടെ ഇടപെടലും അനുഭവിക്കാൻ എല്ലാ മക്കൾക്കും ഇടയാകട്ടെ. ഈ മക്കൾ ഇന്ന് പ്രത്യേകം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന നിയോഗങ്ങള്, മേഖലകള്, അവസ്ഥകളിലൊക്കെ കർത്താവേ കൃപ നിറയട്ടെ. അങ്ങയുടെ സാന്നിധ്യവും ഇടപെടലും അനുഭവിക്കുവാൻ ഇടയാവുകയും ചെയ്യട്ടെ. പ്രാർത്ഥിക്കുന്ന കർത്താവേ, എല്ലാ കൃപകൾക്കും അനുഗ്രഹങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ദിവ്യകാരുണ്യസന്നിധിയിലേക്ക് നമ്മെ തന്നെ സമർപ്പിക്കാം. ഈ അഖണ്ഡ ജപമാലയിലേക്ക് സാധിക്കുന്ന മക്കളൊക്കെ കടന്നു വരിക. അച്ഛൻ ഒരിക്കൽ കൂടി പറയുകയാണ്, രാവിലെ 6:30 വിശുദ്ധ കുർബാനയോട് കൂടി ആരംഭിക്കുന്നു. വിശുദ്ധ കുർബാന കഴിഞ്ഞാൽ ഉടൻ തന്നെ ഈശോ എഴുന്നള്ളിച്ചു വയ്ക്കുന്നു. രാത്രി 8 മണി വരെ, അതിൽ അവസാനത്തെ 1 മണിക്കൂർ 7 മണി മുതൽ 8 മണി വരെ പൊതു ആരാധനയാണ്. സാധിക്കുന്ന എല്ലാ മക്കളും ഏതെങ്കിലും സമയത്ത് വരിക. പൊതു ആരാധനയെ പങ്കെടുക്കാൻ പറ്റുന്ന മക്കൾ പങ്കെടുക്കുക. ജപമാല പ്രദക്ഷിണമൊക്കെ നമ്മൾ ഒരുക്കുന്നുണ്ട്, അതിലൊക്കെ പങ്കുചേരുക. അങ്ങനെ വലിയ അഭിഷേകത്തിന്റെ, വലിയ കൃപയുടെ, വലിയ ദൈവിക ശക്തിയുടെ, ദൈവ സാന്നിധ്യത്തിന്റെ ഒരു ദിവസമായിട്ട് ഇന്ന് മാറട്ടെ. അതിലൂടെ അനേക മക്കൾ അനുഗ്രഹിക്കപ്പെടട്ടെ. കർത്താവേ, ശുശ്രൂഷ അനേക മക്കൾക്ക് അനുഗ്രഹമായിട്ട് മാറട്ടെ. എല്ലാത്തിനും വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ഈശ്വരാശീർവാദത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. മക്കളെ, പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി സകലേശാ ദിവ്യ കടാക്ഷം തൂഗണമേ വത്സല സുതരിൽ നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. എല്ലാ കൃപകളും വരങ്ങളും ചൊരിഞ്ഞ് അങ്ങയുടെ സാന്നിധ്യം ഉറപ്പിച്ചുകൊണ്ട് ഞങ്ങളുടെ മക്കളെയും അനുഗ്രഹിക്കണമേ. ഈ ദിവസം മുഴുവൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആശീർവാദം സ്വീകരിക്കും മക്കളെ. ഹല്ലേലൂയ യേശുവേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രിയപ്പെട്ട മക്കളെ, ഒരിക്കൽ കൂടി ഏറ്റവും സ്നേഹത്തോടെ അച്ഛൻ നിങ്ങൾ എല്ലാവരെയും കാർമൽ ധ്യാനകേന്ദ്രത്തിലേക്ക് ക്ഷണിക്കുകയാണ്. അഖണ്ഡ ജപമാല അഭിഷേകത്തിന്റെയും അനുഗ്രഹത്തിന്റെയും മാതാവിന്റെ വലിയ സാന്നിധ്യത്തിന്റെ ശക്തിയിലും മധ്യസ്ഥതയിലും ദൈവകൃപ നിറയാനും കർത്താവിന്റെ സാന്നിധ്യം ഉറപ്പിക്കപ്പെടാനും ഇടയാകും. ഒരുമിച്ച് പ്രാർത്ഥിക്കാം. നമ്മുടെ മക്കൾക്കായി, കുടുംബങ്ങൾക്കായി, നമ്മുടെ എല്ലാ നിയോഗങ്ങൾക്കായിട്ട് എല്ലാവരും ക്ഷണിക്കുന്നു.